എല്ലാവർക്കും CMA ഫോക്കസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് അപ്രോച്ചസിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ജേർണൽ എൻട്രീസ് ബിൽഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് അപ്രോച്ചസ്? ആക്ച്വലി നമുക്ക് 3 ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഉണ്ട്, അക്കൗണ്ടിങ് അപ്രോച്ചസ് ഉണ്ട്. ഒന്ന് ബ്രിട്ടീഷ് അപ്രോച്ച്, അതുപോലെ തന്നെ അമേരിക്കൻ അപ്രോച്ച്. അല്ലെങ്കിൽ ബ്രിട്ടീഷ് അപ്രോച്ച്, അത് അല്ലെങ്കിൽ നമുക്ക് പറയാം ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ അമേരിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് എന്നും പറയാം. അങ്ങനെ 2 തരത്തിലുള്ള 2 അപ്രോച്ചസ് ആണുള്ളത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ എപ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ എപ്പോഴാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ 2 അപ്രോച്ചസ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ബ്രിട്ടീഷ് അപ്രോച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ചിനെ കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഈ ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, റൈറ്റ്? അപ്പം സിഗ്നിഫിക്കൻറ്റ് മാനർ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ടായിരിക്കും. എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ട്. അതായത് ഒരാൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരാൾ കൊടുക്കണം, റൈറ്റ്? അതായത് ഈ 2 ആസ്പെക്ട് എന്ന് പറയുന്നത് ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും ഒന്ന് ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പം എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും രണ്ടാമത്തത് ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഓക്കെ, അങ്ങനെ ഈ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന അതായത് 3 തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമുക്കുണ്ട്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രാൻസാക്ഷൻസ്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു പേഴ്സൺസ് അതായത് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രാൻസാക്ഷൻസ്. പിന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. അങ്ങനെ 3 തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്, റൈറ്റ്? ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു അസറ്റ്സ്, അതുപോലെ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു പേഴ്സൺസ് ആൻഡ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. അങ്ങനെ ഈ 3 ട്രാൻസാക്ഷൻസും നമ്മളൊരു 3 ടൈപ്പിലുള്ള അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി ചെയ്യുന്നത്. ഒന്നാമത്തെ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു അസറ്റ്സ് നമ്മൾ റിയൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു പേഴ്സൺസ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് നമ്മൾ നോമിനൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അപ്പം 3 തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഒന്ന് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു അസറ്റ്സ്, ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു പേഴ്സൺസ്, ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. ഈ 3 തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ 3 തരത്തിലുള്ള അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ് അക്കൗണ്ട്? റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഇപ്പം ഓരോ അക്കൗണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഡെബിറ്റ് റൂൾസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റ് റൂൾസ് ഉണ്ട്. നമുക്കിപ്പം റിയൽ അക്കൗണ്ടിലുള്ള റൂൾസ് നമുക്ക് നോക്കാം. റിയൽ അക്കൗണ്ടിൽ ഈ റൂൾസ് നമ്മൾ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടൻസി എന്നാണ് പറയുക, റൈറ്റ്? അപ്പം റിയൽ അക്കൗണ്ടിൽ എന്താണ് റൂൾസ് എന്ന് ചോദിച്ചാൽ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പേഴ്സണൽ അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നോമിനൽ അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഈ ഒരു 3 റൂൾസ് നമ്മൾ കാണാതെ പഠിക്കണം, റൈറ്റ്? അപ്പം ഈ ഒരു റൂൾസ് നമ്മൾ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷനിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഉദാഹരണത്തിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഇല്ലുസ്ട്രേഷൻ 5 എടുക്കുകയാണ്. ഇവിടെയാണ് എന്താന്ന് പറയുന്നത്, ബ്രിട്ടീഷ് അപ്രോച്ച് ഓർ ഡബിൾ എൻട്രി സിസ്റ്റം, റൈറ്റ്? അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഓരോ അക്കൗണ്ടിനും ഓരോ റൂൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് സെയിം റൂൾസ് ആണ്.
അപ്പം ഈ ഒരു റൂൾസ് ഈ റൂൾസ് ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഇല്ലുസ്ട്രേഷൻ 5 എടുക്കാം. ഇല്ലുസ്ട്രേഷൻ 5. So ascertain is the debit and credit under British approach or double entry system. Take previous illustration. അതായത് നാലാമത്തെ ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. നാലാമത്തെ ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നാലാമത്തെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. നമുക്കിവിടെ ഇല്ലുസ്ട്രേഷൻ 5 നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസർട്ടൈൻ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അണ്ടർ ബ്രിട്ടീഷ് അപ്രോച്ച് ഓർ ഡബിൾ എൻട്രി സിസ്റ്റം. ടേക്ക് പ്രീവിയസ് ഇല്ലുസ്ട്രേഷൻ. അതായത് പ്രീവിയസ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലുസ്ട്രേഷൻ 4 ഇവിടെ എടുത്തേക്കുന്നത്. ഇല്ലുസ്ട്രേഷൻ 4 ഇവിടെ ബുക്കിൽ അവർ 4 സ്റ്റെപ്സ് ആയിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ഓക്കെ, അപ്പം നമുക്കിവിടെ സ്റ്റെപ്പ് 1 നമുക്ക് അക്കൗണ്ട്സ് ഇൻവോൾവ് എന്ന് നമുക്ക് കൊടുക്കാം. അക്കൗണ്ട്സ് ഇൻവോൾവ് എന്ന് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റെപ്പ് 2 നേച്ചർ ഓഫ് അക്കൗണ്ട്സ് എന്ന് കൊടുക്കാം. സ്റ്റെപ്പ് 3 ആപ്ലിക്കബിൾ റൂൾസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റെപ്പ് 4 ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എന്ന് കൊടുക്കാം. അതായത് നമുക്ക് ഇങ്ങനെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അക്കൗണ്ട്സ് സ്റ്റെപ്പ് 1 അക്കൗണ്ട്സ് ഇൻവോൾവ്, സ്റ്റെപ്പ് 2 നേച്ചർ ഓഫ് അക്കൗണ്ട്സ്, സ്റ്റെപ്പ് 3 ആപ്ലിക്കബിൾ റൂൾസ്, അതുപോലെ തന്നെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. സ്റ്റെപ്പ് 4 ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആദ്യത്തെ ഇല്ലുസ്ട്രേഷൻ തന്നെ എടുക്കാം. നമുക്ക് ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ. ഓക്കെ, ആദ്യം നമുക്കിവിടെ നോക്കേണ്ടത് എത്ര അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് നോക്കണം. അതാണ് സ്റ്റെപ്പ് 1. ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻവോൾവ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ജോൺ ആണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ക്യാഷ് ഇൻവോൾവ് ആണ്. സോ ക്യാഷ് ഇട്ടു. അതുപോലെ തന്നെ ജോൺ ക്യാപിറ്റലും നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ 2 അക്കൗണ്ട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അപ്പം 2 അക്കൗണ്ട്സ് ഇൻവോൾവ് ആണ്. എന്തൊക്കെ അക്കൗണ്ട്സ് ആണ്? ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഇവിടെ ഇൻവോൾവ് ആണ്. ഈ ക്യാഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അസെറ്റ്. സോ ഓൾ ദ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു അസെറ്റ്സ് വിൽ കം അണ്ടർ റിയൽ അക്കൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് റിപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് സുരേഷ്, നമ്മളെല്ലാം ഒരു നാച്ചുറൽ പേഴ്സൺസ് ആണ്. അതായത് പേഴ്സൺസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്, റൈറ്റ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് എന്തെങ്കിലും കമ്പനീസ്, അല്ലെങ്കിൽ AB ലിമിറ്റഡ്, അല്ലെങ്കിൽ Y ലിമിറ്റഡ്, X ലിമിറ്റഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്ക്. അപ്പം ഏത് ബാങ്ക്? അപ്പം സ്റ്റേറ്റ് ബാങ്ക്, അല്ലെങ്കിൽ ഓവർസീസ് ബാങ്ക്, അങ്ങനെ പറയാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആണ് അവരെല്ലാം. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ആണ് റിപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്, റൈറ്റ്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു റിപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ബിക്കോസ് ക്യാപിറ്റൽ റിപ്രസെന്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഓണറിനെയാണ്. ഇപ്പം സപ്പോസ് ജോൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഈ ക്യാപിറ്റൽ റിപ്രസെന്റ് ചെയ്യുന്നത് ജോണിനെയാണ്. അങ്ങനെ ഈ ഒരു അക്കൗണ്ടില്, ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് 2 അക്കൗണ്ട്സ് ഇൻവോൾവ് ആണ്. ഒന്ന് ക്യാഷ് അക്കൗണ്ടും ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടിലാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഈ അങ്ങനെ എത്ര അക്കൗണ്ട്സ് ഇൻവോൾവ് ആണ് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നേച്ചർ ഓഫ് അക്കൗണ്ട്സ്. ഈ ഒരു ക്യാഷും ക്യാപിറ്റലും ഏത് നേച്ചറിലുള്ള അക്കൗണ്ട്സ് ആണെന്ന് കണ്ടുപിടിക്കണം. ക്യാഷ് റിയൽ അക്കൗണ്ട് ആണ്, മനസ്സിലായി. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് റിപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്, റിപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഓരോന്നിനും ഓരോ റൂൾസ് ഉണ്ട്. അപ്പൊ റിയൽ അക്കൗണ്ടിന്റെ റൂൾസ് എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ക്യാഷ് കമ്പനിയിലേക്ക് വരികയാണ്, ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്യാഷ് എന്ത് ചെയ്യുന്നു, കംസ് ഇൻ. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ്. നമ്മൾ ബിസിനസ് തുടങ്ങുകയാണ്, അതായത് ബിസിനസ് വേറെ, ഓണർ വേറെ. അതായത് നമ്മളിപ്പം ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അവിടെ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് ആ ഒരു കോൺസെപ്റ്റിന് ബേസിലാണ്. അതായത് ഓണർ വേറെ, കമ്പനി വേറെ. ഓക്കെ, അപ്പം കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, ഒരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, അപ്പം ഈ ബിസിനസ്സിലേക്ക് പൈസ വരുന്നു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് പൈസ വരുന്നു, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് പൈസ വരുന്നു. സോ ക്യാഷ് കംസ് ഇൻ ടു ദ ബിസിനസ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് റിപ്രസെന്റ്സ് ദ ഓണർ ഓഫ് ദി ബിസിനസ്. അപ്പം ആരാണ് പൈസ കൊടുക്കുന്നത് ബിസിനസ്സിന്? ഓണറാണ് ബിസിനസ്സിന് പൈസ കൊടുക്കുന്നത്. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. സോ ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണർ ഗിവർ ആണ്, അല്ലെ? അപ്പം ക്യാപിറ്റൽ റിപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഓണറിനെയാണ്. ഓണറാണ് ഇവിടെ ബിസിനസ്സിന് പൈസ കൊടുക്കുന്നത്. അതുകൊണ്ട് ഓണർ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഗിവർ ആണ്. അപ്പം ഇനി ഇവിടുത്തെ റൂൾസ് എന്താണ് എന്ന് നമ്മൾ നോക്കണം. റൂൾസ്: ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സോ ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ആൻഡ് ഗിവർ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. അക്കൗണ്ട്സ് ഇൻവോൾവ് ക്യാഷ് ആൻഡ് ക്യാപിറ്റൽ. നേച്ചർ ഓഫ് അക്കൗണ്ട്സ് റിയൽ ആൻഡ് പേഴ്സണൽ. ആപ്ലിക്കബിൾ റൂൾസ് എന്താണ്? കംസ് ഇൻ, ഗിവർ, റൈറ്റ്, പേഴ്സണൽ അക്കൗണ്ട് ഗിവർ. ഇവിടെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സോ ഇവിടെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. സോ നമ്മളിവിടെ ഗിവറിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേത് ഞാനിട്ട് നോക്കാം. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. എന്താണ് ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എത്ര അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കണം. ഇവിടെ ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ബോട്ട്, അതായത് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചു, ക്യാഷിന് വാങ്ങിച്ചു. ഇപ്പം പർച്ചേസ് അക്കൗണ്ട് ഓൾസോ ഇൻവോൾവ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗുഡ്സ് എന്ന് പറയുന്ന ഐറ്റം തരുമ്പോൾ ഗുഡ്സിന് തന്നെ 4 ടൈപ്സ് ഉണ്ട്. ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് 4 ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട്. അങ്ങനെ 4 ടൈപ്സ് ഓഫ് ഗുഡ്സ് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഈ ഗുഡ്സ്, അതായത് ക്വസ്റ്റ്യനിൽ ഗുഡ്സ് എന്ന് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് 4 ടൈപ്സ് ആണ്. ഒന്ന് പർച്ചേസ് അക്കൗണ്ട് ആണ്, പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഉണ്ട്. ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ബോട്ട് ഗുഡ്സ് വാങ്ങിച്ചു, അപ്പം നമുക്കിവിടെ മനസ്സിലാകാം ഇത് പർച്ചേസ് അക്കൗണ്ട് ആണ്. ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട്, അതായത് ക്യാഷ് അക്കൗണ്ട് ആൻഡ് പർച്ചേസ് 2 അക്കൗണ്ട്സ് ഇൻവോൾവ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്ര അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഇവിടെ ക്യാഷ് ഇൻവോൾവ് ആണ്, അതുപോലെ പർച്ചേസ് അക്കൗണ്ട് ഇൻവോൾവ് ആണ്. ഈ പർച്ചേസ് അക്കൗണ്ട് ഇൻവോൾവ് ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു? ഇവിടെ ഗുഡ്സ് എപ്പോൾ തന്നാലും ശരി, ഗുഡ്സ് എപ്പോഴും 4 ടൈപ്സ് ഉണ്ട്. അപ്പം ഗുഡ്സ് വാങ്ങിച്ചതാണോ, വിറ്റതാണോ, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തതാണോ നോക്കുക. അതനുസരിച്ചായിരിക്കും ഗുഡ്സിന്റെ ടൈപ്പ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇവിടെ ഗുഡ്സ് വാങ്ങിച്ചു, അതുകൊണ്ട് പർച്ചേസ് എന്ന് നമ്മൾ എഴുതി. അപ്പം ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്, പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസസ് ആണ്. ഗുഡ്സ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അതായത് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ, അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് അക്കൗണ്ടിങ്ങില് നമ്മൾ ഈ പർച്ചേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോൾഡ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്
നമ്മൾ അതിനെ എക്സ്പെൻസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ്പെൻസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം എക്സ്പെൻസസും ഇൻകംസും എല്ലാം വരുന്നത് എവിടെയാണ്? നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പം ഇതിന്റെ ഒരു നേച്ചർ ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ് പർച്ചേസ്. അത് ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. അപ്പം നമ്മളിത് എങ്ങനെയാണ് ഇനിയും ജനറലൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ അക്കൗണ്ട്സ് ഇൻവോൾവ്, ക്യാഷ് ആൻഡ് പർച്ചേസ് മനസ്സിലായി. അപ്പം നേച്ചർ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട്, അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പം ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ക്യാഷ് വെളിയിൽ പോവുകയാണ്, ബിസിനസ്സിന് വെളിയിൽ പോവുകയാണ്. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ എന്താണ് വെളിയിൽ പോകുന്നത്? ക്യാഷ് വെളിയിൽ പോകുന്നു. അതുകൊണ്ട് ഇവിടെ ഗോസ് ഔട്ട്. അപ്പം ആപ്ലിക്കബിൾ റൂൾസ് എന്ന് പറയുന്നത് ഗോഡ്സ് ഔട്ട്, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സോ നമ്മളിവിടെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സോ ക്യാഷ് കമ്പനിക്ക്, അതായത് ബിസിനസ്സിന് വെളിയിൽ പോകുന്നു. സോ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സോ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തു. അതുപോലെ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസസ് ആണ്. അപ്പം എക്സ്പെൻസസിന്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. സോ നമ്മൾ ഈ ഒരു പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പം ഇവിടെ എത്ര അക്കൗണ്ട്സ് ഇൻവോൾവ് ആണ്? ക്യാഷ് ഇൻവോൾവ് ആണ്, അതുപോലെ തന്നെ സെയിൽസ് ഇൻവോൾവ് ആണ്. ഞാൻ പറഞ്ഞു ഗുഡ്സ് എന്ന് പറയുമ്പോൾ എത്ര ടൈപ്സ് ഉണ്ട്? 4 ടൈപ്സ് ഉണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ സോൾഡ് ഗുഡ്സ് ആണ്. അപ്പോൾ ഇത് സെയിൽസ് അക്കൗണ്ട് ആണ് ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത് റിയൽ ആണ്, സെയിൽസ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. അതെന്താന്ന് വെച്ചാൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇൻകം ആണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകം ആണ്. ഇൻകവും എക്സ്പെൻസസും എല്ലാം ഏത് അക്കൗണ്ടിൽ വരുന്നു? നോമിനൽ അക്കൗണ്ടിൽ വരുന്നു. ഓക്കെ, അങ്ങനെ നമ്മള് പിന്നെ ഇവിടെ എഴുതിയാണ് അക്കൗണ്ട്സ് ഇൻവോൾവ് ക്യാഷ് ആൻഡ് സെയിൽസ്. നേച്ചർ ഓഫ് അക്കൗണ്ട്സ്, ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്, സെയിൽസ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ ആപ്ലിക്കബിൾ റൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഒരു സെയിൽസ് ചെയ്യുമ്പോൾ ബിസിനസ്സിലേക്ക് പൈസ വരികയാണ്. സോ ക്യാഷ് കംസ് ഇൻ. അപ്പം സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. അപ്പം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, നമ്മൾ എന്താണോ വരുന്നത് അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പം സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. സോ അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് നോക്കാം. അടുത്താണ് പെയ്ഡ് സാലറി. അപ്പം പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ സാലറി കൊടുക്കുന്നത് പൈസയിലാണ്. സോ ക്യാഷ് ഇസ് ഇൻവോൾവ്. അതുപോലെ സാലറി ഇസ് എൻ എക്സ്പെൻസ്, സാലറി ഓൾസോ ഇൻവോൾവ്. 2 accounts involved, one is cash, one is salary. Cash comes under real account, salary is an expense. As far as company is concerned, salary is an expense. So salary comes under ഇവിടെ നോമിനൽ അക്കൗണ്ടിൽ വരുന്നു. ഓക്കെ, നമ്മൾ ഒരു സാലറി കൊടുക്കുമ്പോൾ പൈസ ബിസിനസ്സിൽ നിന്ന് പോവുകയാണ്. അപ്പം ക്യാഷ് ഗോസ് ഔട്ട്, സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്. അതെങ്ങനെ നമ്മൾ ചെയ്യാം? സോ ഇവിടെ അക്കൗണ്ട്സ് ഇൻവോൾവ് ക്യാഷ് ആൻഡ് സാലറി. ക്യാഷ് റിയൽ അക്കൗണ്ട്, സാലറി നോമിനൽ അക്കൗണ്ട്, ക്യാഷ് ഗോസ് ഔട്ട്, ഇത് എക്സ്പെൻസസ്. സോ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, സോ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തു. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം എത്ര അക്കൗണ്ട്സ് ഇൻവോൾവ് ആണ് ഇവിടെ? റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റിസീവ്ഡ്. സോ ക്യാഷ് ഇസ് റിസീവ്ഡ്, സോ ക്യാഷ് ഇസ് ഇൻവോൾവ്. റിസീവ്ഡ് ഇൻട്രസ്റ്റ് നമ്മൾ റിസീവ് ചെയ്തു. ഇപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓൾസോ ഇൻവോൾവ്. സോ ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന റിയൽ അക്കൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുകയാണ്, ഇൻട്രസ്റ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുകയാണ്. അപ്പം എന്താണ്? അതൊരു ഇൻകം ആണ്. അപ്പം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകം ഓൾ ഇൻകംസ് കംസ് അണ്ടർ എന്താണ്? നോമിനൽ അക്കൗണ്ട്. ക്യാഷ് കംസ് അണ്ടർ റിയൽ അക്കൗണ്ട്. ഓക്കെ, അപ്പം ഇതെങ്ങനെ നോക്കാം. ഇവിടെ ഇവിടെ അക്കൗണ്ട്സ് ഇൻവോൾവ് എന്ന് പറയുന്നത് ക്യാഷും ഇൻട്രസ്റ്റുമാണ്. നേച്ചർ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ക്യാഷ് റിയൽ അക്കൗണ്ടും ഇൻട്രസ്റ്റ് നോമിനൽ അക്കൗണ്ടുമാണ്. അപ്പം വെൻ യു റിസീവ് ഇൻട്രസ്റ്റ്, ക്യാഷ് കംസ് ഇൻ ടു ദ ബിസിനസ്. റിയൽ ഇവിടെ പൈസ, അതായത് മണി
ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു, കംസ് ഇൻ, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാണ്, അതുകൊണ്ട് ഇതൊരു ഇൻകം ആണ്. ഓൾ ഇൻകം ഷുഡ് ബി ക്രെഡിറ്റഡ് ആൻഡ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സോ ക്യാഷ് ഷുഡ് ബി ഡെബിറ്റഡ്. Excuse me. Here, bought goods on credit from Mr. Y. എത്ര അക്കൗണ്ട്സ് ഇൻവോൾവ് ആണ് ഹിയർ? ഇവിടെയാണെങ്കിൽ ബോട്ട് ഗുഡ്സ്, സോ പർച്ചേസ് അക്കൗണ്ട് ഇൻവോൾവ് ആണ്. ഓൺ ക്രെഡിറ്റ്, അപ്പൊ ക്യാഷ് ഈസ് നോട്ട് ഇൻവോൾവ്, ഇവിടെ ക്യാഷ് ഇല്ല, ബിക്കോസ് ഇവിടെ ക്രെഡിറ്റിലാണ്, അതുകൊണ്ട് മിസ്റ്റർ വൈ. സോ മിസ്റ്റർ വൈ അക്കൗണ്ട്, രണ്ട് അക്കൗണ്ട് ഇൻവോൾവ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് നോമിനലാണ്, മിസ്റ്റർ വൈ എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടിലാണ്. റൈറ്റ്? ഓക്കെ, എത്ര അക്കൗണ്ട്സ് ഇൻവോൾവ് ആണ്? പർച്ചേസ് അക്കൗണ്ട്, അതുപോലെ തന്നെ വൈസ് അക്കൗണ്ട്. പർച്ചേസ് നോമിനൽ അക്കൗണ്ട് ആണ്, ഇവിടെ വൈസ് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ്. സോ പർച്ചേസ് അക്കൗണ്ട് എക്സ്പെൻസസ് ആണ്. ഇവിടെ ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ഇവിടെ ഗിവർ ഫ്രം വൈ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുന്നു. അപ്പം ഇവിടെ വൈ എന്ന് പറയുന്നത് ഗിവർ ആണ്. സോ ഗിവർ ഷുഡ് ബി ക്രെഡിറ്റഡ് ആൻഡ് എക്സ്പെൻസസ് ഷുഡ് ബി ഡെബിറ്റഡ്. ഓക്കെ. അടുത്തത് പെയ്ഡ് റെന്റ് ഔട്ട് ഓഫ് പേഴ്സണൽ ക്യാഷ്. പേഴ്സണൽ ക്യാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്. പേഴ്സണൽ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, പേഴ്സണൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ പെയ്ഡ് റെന്റ് ഔട്ട് ഓഫ് ക്യാഷ്. ഇപ്പം റെന്റും ഹിയർ റെന്റ് ഇസ് ഇൻവോൾവ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഓൾസോ ഇൻവോൾവ്. പേഴ്സണൽ ക്യാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. റെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്പെൻസ്. പേയിങ് റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, അപ്പം അത് നോമിനൽ അക്കൗണ്ട് ആണ്. പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്, അത് കംസ് അണ്ടർ പേഴ്സണൽ അക്കൗണ്ടിലാണ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം? ഇപ്പം ഉദാഹരണം, ഇവിടെ അക്കൗണ്ട്സ് ഇൻവോൾവ് റെന്റ് ആൻഡ് ക്യാപിറ്റൽ. റെന്റ് നോമിനൽ അക്കൗണ്ട് ആണ്, ക്യാപിറ്റൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്. ആരാണ് കൊടുക്കുന്നത്? ഫ്രം ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് കൊടുക്കുന്നത്, അതായത് ഓണർ കൊടുക്കുകയാണ്. അപ്പം കൊടുക്കുന്ന ആള് ഗിവർ ആണ്. ഗിവർ ഷുഡ് ബി ക്രെഡിറ്റഡ്, എക്സ്പെൻസസ് ഷുഡ് ബി ഡെബിറ്റഡ്. ഇതാണ് ഇല്ലുസ്ട്രേഷൻ 5. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അമേരിക്കൻ അപ്രോച്ചും അതിൽ എങ്ങനെയാണ് ജേർണൽ എൻട്രി ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.